മലപ്പുറം ജില്ല എന്നും കായിക മേഖലയിൽ അങ്ങേയറ്റം സ്നേഹിക്കുകയും നെഞ്ചേറ്റുകയും ചെയ്തിട്ടുള്ള ഒരു പ്രദേശമാണ്. വാശിയോടെ ഈ കളിക്ക് വിവിധ രീതിയിൽ നിന്നും ഒട്ടേറെ പ്രയാസങ്ങൾ സഹിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നാളത്തെ കേരളത്തിന്റെ ഭാവി വാഗ്ദാനങ്ങളായ പ്രിയപ്പെട്ട മക്കളെ ഹോക്കിയെ പോലുള്ള ഗെയിമുകൾക്ക് കൂടി സംസ്ഥാന തലത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ചാമ്പ്യൻഷിപ്പ് തന്നെ നമുക്ക് ഹോസ്റ്റ് ചെയ്യാൻ ഇവിടുത്തെ ഹോക്കി അസോസിയേഷൻ്റെ ഭാരവാഹികൾ അത് ഏറ്റെടുക്കുകയും ഹോക്കി പോലെയും നമ്മുടെ ഇനങ്ങൾ ഒരുപക്ഷെ കഴിഞ്ഞ കാലങ്ങളിൽ വലിയ പ്രചാരണം ലഭിച്ചു. ഇന്ന് ഹോക്കിക്ക് വലിയ പ്രചാരണം നമ്മുടെ ജില്ലയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പെൺകുട്ടികൾ തന്നെ പുരുഷന്മാരെക്കാളേറെ ആൺകുട്ടികൾക്കാളേറെ നന്നായി കളിക്കുന്നവരാണ് എന്നാണ് അവരുടെ പ്രകടനത്തിൽ നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞത്. സംസ്ഥാന ജൂനിയർ വനിതാ ഹോക്കി ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി നിങ്ങൾക്ക് നന്ദി. Nursery of Kerala Hockey. That means we are also trying to develop the children from the grassroots. അങ്ങനെ ഒരു പേരും കൂടെ മലപ്പുറത്തിനുണ്ട്. പ്രത്യേകിച്ച് ഹോക്കിയിലെ ഡെവലപ്മെന്റ് കാരണം സെമിയിലും ഫൈനലും സ്ഥിരമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ടീമാകുന്നു. കാലഘട്ടം നമുക്ക് എല്ലാവർക്കുമായി മദ്യത്തിന്റെയും ലഹരി വസ്തുക്കളുടെയും ഉപയോഗം കൊണ്ട് നമ്മുടെ പുതിയ തലമുറയുടെ ജീവിതത്തിൽ കടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരായി വലിയ ക്യാമ്പയിൻ നമ്മുടെ സംസ്ഥാനത്ത് മദ്യത്തിന്റെയും ലഹരി വസ്തുക്കളുടെയും ഉപയോഗത്തിൽ നിന്ന് പുതിയ തലമുറയെ മോചിപ്പിച്ചെടുക്കാൻ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് കായിക ലഹരിയിലേക്ക് പുതിയ തലമുറയെ കൊണ്ടുവരിക. നിങ്ങളുടെ ജില്ലയ്ക്ക് വേണ്ടി കളിക്കാൻ 18 കുട്ടികൾക്ക് അവസരം ലഭിച്ചപ്പോൾ ആ 18 കുട്ടികളിൽ ഒരാളാകാൻ ഭാഗ്യം ലഭിച്ച ആളുകളാണ്. വളരെ കഴിവുള്ള പ്രഗത്ഭരായ കുട്ടികളാണ്. അപ്പോൾ ഈ കളിയിലുള്ള സ്കില്ല് നിങ്ങൾ അതുപോലെ നിങ്ങൾ പ്രാക്ടീസിലൂടെയും പരിശീലനത്തിലൂടെയും ഡിസിപ്ലിനിലൂടെയും നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. നാം എല്ലാം കായിക താരങ്ങളാണ് എന്നുള്ളതും കായിക കേരളം നിങ്ങളിൽ ഓരോരുത്തരും അർപ്പിച്ചിട്ടുള്ള പ്രതീക്ഷയുമാണ് ഇതിലൂടെ വെളിവാകുന്നത്. കേരള ഹോക്കിയുടെ സംസ്ഥാനതല ജൂനിയർ വനിതാ ഹോക്കി ചാമ്പ്യൻഷിപ്പ് പങ്കെടുക്കാൻ വേണ്ടി എത്തിയ വ്യത്യസ്ത ജില്ലകളിൽ നിന്നുള്ള കളിക്കാർ